എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ 12 കഴിഞ്ഞിട്ട് പഠിച്ചതെല്ലാം പൂനെയിലാണ്. അപ്പോൾ പൂനെയിലെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി. അവിടെ ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അവരുടെ കുടുംബം അങ്ങനെ ഒരു സമ്മതം വന്നിട്ടില്ലായിരുന്നു. നമ്മളങ്ങനെ ഒരു ഓടിപ്പോയി കല്യാണം കഴിക്കണമെന്നോ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവരുടെ സമ്മതം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗണപതിയുടെ മുമ്പിൽ വെച്ചിട്ട് താലി കെട്ടാന്നൊരു ഒന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അടുത്ത കൊല്ലം അതിൻ്റെ പ്രാർത്ഥിച്ചതിൻ്റെ അടുത്ത കൊല്ലം ഇവിടുത്തെ ഉത്സവത്തിൻ്റെ 5ാം ഉത്സവത്തിൻ്റെ അന്നായിരുന്നു എൻ്റെ കല്യാണം. ജീവിതത്തിൽ പല ഘട്ടങ്ങൾ വന്നപ്പോഴും അവിടുത്തെ ഒരുപാട് തവണ താഴെ വീണ് കിടന്നപ്പോഴും മുകളിലോട്ട് ഉയർത്തിരിക്കുന്നത് മാമൂട്ടി തേവരനാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പ്രസാദ കൂട്ടിനെ മിക്കവാറും പറ്റുന്ന എല്ലാ കൊല്ലവും 5ാം ഉത്സവത്തിനൊന്ന് ഞാനാണ് ഇവിടെ വഴിപാട് നടത്തുന്നത്. അന്ന് കുട്ടികളായിരുന്ന കുറച്ചുപേര് ഈ തോട്ടിൻകരയിലൊക്കെ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെ ഒരു പണി തീരാത്ത അല്ലെങ്കിൽ പണി പൂർത്തിയാകാത്ത ഒരു ഗണപതി വിഗ്രഹം കണ്ടെത്തി അത് അവരൊരു പാവയിൽ തന്നെ വെച്ച് വലിച്ച് ഇവിടെ ഇപ്പൊ നമ്മുടെ ശിവന്റെ അമ്പലം നിൽക്കുന്ന ആ സ്ഥലത്ത് കൊണ്ട് വെച്ചു എന്നും അത് കഴിഞ്ഞ് പിന്നീട് ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, വലിയൊരു മാവ്. ആ മാവിന്റെ മൂട്ടിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് അങ്ങനെ മാമൂട്ടി തേവർ എന്നൊരു പേരും കൂടി നമ്മുടെ ഗണപതിക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഗണപതിക്ക് നല്ല ശക്തിയുണ്ടെന്നൊരു തന്ത്രി, ഒരു വലിയൊരു തന്ത്രിയായിട്ടുള്ള എനിക്ക് വൈക്കത്തേങ്ങയുടെ ഒരു തന്ത്രിയാണെന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു ഇത് വെറും കുട്ടിക്കളിയല്ല, ഈ ഗണപതിക്ക് നല്ല ശക്തിയുണ്ടെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം കുട്ടികൾ തന്നെയാണ്. ഇന്ന് രാവിലെ ശിവേലിയുണ്ട്, ഒരു കൊച്ചു ആനയുണ്ട് തടി കൊണ്ടുള്ള. ആ തടി കൊണ്ടുള്ള ആനയുടെ പുറത്താണ് ദേവനെ എഴുന്നള്ളിക്കുന്നത്, ഗണപതി എഴുന്നള്ളിക്കുന്നത്. ധാരാളം വഴിപാടുകൾ, പ്രധാനമായിട്ടും മോദകം, അതുപോലെ തേങ്ങ ഉടക്കലാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്. അതുപോലെ ഉത്സവത്തിനിടയ്ക്ക് ഇഷ്ടംപോലെ വഴിപാടുകളുണ്ട്. അപ്പം ഇവിടെ എള്ളുണ്ട എന്ന് പറഞ്ഞാൽ 9ാം ഉത്സവത്തിന്, പിന്നെ പായസം, അങ്ങനെ ദിവസവും നേദ്യം എല്ലാം ഉണ്ട്. കോട്ടക്കൽ നിന്നുള്ളൊരു രാജകുടുംബാംഗം ഇവിടെ സന്താനലബ്ധിക്ക് വേണ്ടി ഇവിടെ ഒരു വഴിപാടൊക്കെ നടത്തി അദ്ദേഹത്തിന് കുട്ടികളുണ്ടായതായിട്ട് വന്നിട്ട് പിന്നീട് വന്ന് വഴിപാടൊക്കെ കഴിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ അത് ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇവിടെ ആർക്കും അങ്ങനെ നിരോധനമൊന്നുമില്ല. ആർക്കും വേണമെങ്കിൽ കയറാം, ആർക്കും വേണമെങ്കിൽ ഇവിടെ അമ്പലമില്ലല്ലോ, വെളിയിലേ ഇരിക്കുന്നത്. രാവിലെ നമ്മള് 6 മണിയൊക്കെ ആകുമ്പോ അമ്പലത്തിലെത്തും. എന്നിട്ട് അഭിഷേകമൊക്കെ ഉണ്ടാവും, പിന്നെ ഗണപതി ഹോമം, പിന്നെ ഒരു 8 മണിയൊക്കെ ആവാറാകുമ്പോഴാണ് പൂജ തുടങ്ങുന്നത്. ആനയിലാണ് ഗണപതിയെ എഴുന്നള്ളിക്കുന്നത്. നമസ്കാരം, ഞാൻ രാഘവവർമ്മ, അനന്തപുരം കൊട്ടാരം, ഹരിപ്പാട്. ഈ കൊട്ടാരത്തിലെ കുട്ടികളുടെ ഗണപതി അമ്പലത്തിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ അമ്പലത്തിന് ഒരുപക്ഷെ കൊട്ടാരത്തിന്റെ ചരിത്രത്തിന്റെ പകുതിയോളം കാലവും ഉണ്ട്. ഈ അമ്പലം ഉണ്ടായിട്ട് ഏകദേശം 92 വർഷമായി എന്നാണ് അറിവ്. അന്ന് കുട്ടികളായിരുന്ന കുറച്ചുപേര് ഈ തോട്ടിൻകരയിലൊക്കെ കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവിടെ ഒരു പണി തീരാത്ത അല്ലെങ്കിൽ പണി പൂർത്തിയാകാത്ത ഒരു ഗണപതി വിഗ്രഹം കണ്ടെത്തി അത് അവരൊരു പാവയിൽ തന്നെ വെച്ച് വലിച്ച് ഇവിടെ ഇപ്പൊ നമ്മുടെ ശിവന്റെ അമ്പലം നിൽക്കുന്ന ആ സ്ഥലത്ത് കൊണ്ട് വെച്ചു എന്നും അത് കഴിഞ്ഞ് പിന്നീട് ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, വലിയൊരു മാവ്. ആ മാവിന്റെ മൂട്ടിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് അങ്ങനെ മാമൂട്ടി തേവർ എന്നൊരു പേരും കൂടി നമ്മുടെ ഗണപതിക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുട്ടികൾ തന്നെയാണ് ഇവിടെ ഉത്സവം നടത്താറുള്ളത്. ഇവിടുത്തെ പൂജ ആദി കർമ്മങ്ങളെല്ലാം കൊച്ചു കുട്ടികളാണ് ചെയ്യുന്നത്. അതായത് കൊട്ടാരത്തിൽ ഉപനയനം കഴിയാത്ത ഉണ്ണികളാണ് ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. ആദ്യകാലത്ത് ഓലയിട്ട ഒരു കെട്ടിടമായിരുന്നു. പിന്നീട് ഇപ്പോ 10-15 വർഷമായിട്ട് ഒരു ഓലയുടെ ക്ഷാമം വന്നപ്പോൾ നമുക്ക് ഇവിടെ ടെമ്പററി ആയിട്ടുള്ള അമ്പലം പണിയും. ഈ അമ്പലം 10 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഉത്സവം കഴിഞ്ഞാൽ ഈ അമ്പലം പൊളിച്ചു മാറ്റും. ഗണപതി വെയിലും മഴയും കൊണ്ട് ഇരിക്കണം എന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഗണപതിക്ക് ഇഷ്ടം എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഗണപതിക്ക് നല്ല ശക്തിയുണ്ടെന്നൊരു തന്ത്രി, ഒരു വലിയൊരു തന്ത്രിയായിട്ടുള്ള എനിക്ക് വൈക്കത്തേങ്ങയുടെ ഒരു തന്ത്രിയാണെന്ന് അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് പറഞ്ഞു ഇത് വെറും കുട്ടിക്കളിയല്ല, ഈ ഗണപതിക്ക് നല്ല ശക്തിയുണ്ടെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ 90 വർഷത്തിൽ അധികമായിട്ട് ഇപ്പോ ഈ ഉത്സവം നടന്നു വരികയാണ്. കോവിഡ് സമയത്ത് മാത്രം ഇവിടെ അമ്പലം കെട്ടി ഉത്സവം നടന്നില്ല, അല്ലാതെ ബാക്കി കർമ്മങ്ങളെല്ലാം അന്ന് അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. അമ്പലം കെട്ടലും കൊടിയേറ്റും അന്ന് മാത്രം ഉണ്ടായില്ല. ഇവിടെ കുട്ടികൾ തന്നെയാണ് പൂജ കഴിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതായത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ മുതിർന്നവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. 30 കൊല്ലമായിട്ട് ഇവിടെ
നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തിന്റെ കൂടെ പ്രസാദകൂട്ടം നടക്കാറുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പൊ കൊട്ടാരത്തിൽ നിന്ന് വെളിയിൽ പോയിരിക്കുന്ന അംഗങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു സമയമാണ് ഈ ഉത്സവ സമയം. അപ്പൊ കേരളത്തിന് വെളിയിലും കേരളത്തിലെ തന്നെ മറ്റു ജില്ലകളിലുള്ളവരെല്ലാം ഇവിടെ വരികയും 10 ദിവസം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കോമൺ മെസ്സായിട്ട് തന്നെ കഴിച്ചു കൂട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എല്ലാവരും അവരവരുടെ വഴിക്ക് പോകും. എന്നാലും ഇത്രയും കാലം ഇത് തുടർച്ചയായി നടക്കുന്നുണ്ട്. ഇവിടെ ധാരാളം വഴിപാടുകൾ, പ്രധാനമായിട്ട് മോദകം, അതുപോലെ തേങ്ങ ഉടക്കലാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്. അതുപോലെ ഉത്സവത്തിനിടയ്ക്ക് ഇഷ്ടംപോലെ വഴിപാടുകളുണ്ട്. അപ്പം വട, എള്ളുണ്ട എന്ന് പറഞ്ഞ ഉത്സവത്തിന്, പിന്നെ പായസം, അങ്ങനെ ദിവസവും നേദ്യം എല്ലാം ഉണ്ട്. 10 ദിവസം അത് വരും. അരിപ്പാട് ക്ഷേത്രത്തിലെ വിഷുവിന് കൊടിയേറുമല്ലോ, അത് കഴിഞ്ഞിട്ട് അത് 10ാമത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇവിടുത്തെ കൊടിയേറ്റ്. പിന്നെ കൊട്ടാരത്തിൽ എന്തെങ്കിലും ആശൂലങ്ങൾ ഉണ്ടെങ്കിൽ ഉത്സവം മാറ്റിവെക്കും. അല്ല ഒരു വാലായ്മ എല്ലാം കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉത്സവം മാറ്റിവെക്കുന്ന പതിവുണ്ട്. കൊടിയേറി 10 ദിവസം, 10ാം ദിവസമാണ് ആറാട്ട്. ആറാട്ട് ഇവിടെ തന്നെ ഉള്ള ഒരു കുളത്തിലാണ് ആറാടുന്നത്. ഇവിടെ ഇഷ്ടംപോലെ കുളങ്ങളുണ്ട് ഈ പറമ്പില്. അതിലൊരു കുളത്തിലാണ് ഇവിടെ ആറാട്ട്. ചടങ്ങിന് രാവിലെ ഒരു ഗണപതി ഹോമം നടത്തുന്നുണ്ട് രാവിലെ. പിന്നെ അത് മുതിർന്ന ഒരാളാണ് നടത്തുന്നത്, കുട്ടികൾക്ക് അത് പറ്റില്ലല്ലോ. പിന്നെ പൂജ, അത് മറ്റു കാര്യങ്ങളെല്ലാം കുട്ടികൾ തന്നെയാണ്. ഇന്ന് രാവിലെ ശിവേലിയുണ്ട്, ഒരു കൊച്ചു ആനയുണ്ട് തടികൊണ്ടുള്ള. ആ തടികൊണ്ടുള്ള ആനയുടെ പുറത്താണ് ദേവനെ എഴുന്നള്ളിക്കുന്നത്. അതെ, ഗണപതി എഴുന്നള്ളിക്കുന്നത്. അമ്പലത്തിനും കൊടിമരത്തിനും ആയിട്ട് 3 പ്രദക്ഷിണം വെക്കും. അത് കഴിഞ്ഞ് അതുപോലെ മേളമുണ്ട്. മേളം കൊച്ചുകുട്ടികൾ അത്ര മേളത്തിനുള്ള ആയിട്ടില്ലാത്തതുകൊണ്ട് പണ്ട് കൊച്ചുകുട്ടികളെല്ലാരും തന്നെ നല്ല മേളക്കാരായിരുന്നു. ഇപ്പോഴും ഉണ്ട്, എന്നാലും ഇപ്പൊ കുട്ടികൾ അത്ര ഇപ്പൊ അറിയാലോ, ന്യൂജൻ ആയതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് മേളം വലിയ ആൾക്കാരാണ് ചെയ്യുന്നത്. നല്ല ടാലന്റ് ഉള്ള മേളക്കാരിവിടെ ഉണ്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നല്ലോണം കൊട്ടാൻ അറിയാവുന്ന നല്ല വൈദഗ്ധ്യമുള്ളവരിവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നേദ്യമുണ്ട്, രാവിലെയും വൈകിട്ടും നേദ്യമുണ്ട്. പിന്നെ അതല്ലാതെ സ്പെഷ്യൽ നേദ്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പ്രസാദ കൂട്ടായതുകൊണ്ട് ഉച്ചക്കത്തെ ഊണിന്റെ എല്ലാ എന്താ പറയണ്ടേ വിഭവങ്ങളും ഇവിടെ നേദിച്ചിട്ടാണ് ഊണ് കഴിക്കുന്നത്. അത് ഉത്സവ സമയത്ത് മാത്രമേ ഉള്ളൂ, 10 ദിവസം മാത്രമേ ഉള്ളൂ. ഹരിപ്പാട്ട് അമ്പലത്തിൽ ഉത്സവം കണ്ടു കഴിഞ്ഞുള്ള ആ ഒരു ഫ്രഷ് മൂഡ് ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെ അവർ ആഘോഷിച്ച് അങ്ങ് തുടങ്ങി. പിന്നെ അത് പതുക്കെ എല്ലാവരും മുതിർന്നവരൊക്കെ അന്നെല്ലാവരും വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടും. 25 ദിവസമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ അന്ന് 25 ദിവസം എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു. അത് ആ പൈസ എല്ലാം ഈ കുട്ടികളെ പടക്കം വാങ്ങിക്കാനും അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടി ചെലവാക്കും. അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ ഒരു തന്ത്രി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തന്ത്രി ഇവിടെ വന്ന് ഇത് കുട്ടിക്കളി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശക്തിയുള്ള ഗണപതിയാണ്. പലരും വല്ല വഴിപാട് കഴിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി 108 തേങ്ങ അടിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അതുപോലെ ഉത്സവ സമയത്തല്ല, എല്ലാ കാലത്തും ഉണ്ട്. ഈവൻ വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് വഴിപാട് നടത്തുന്നുണ്ട്. ഉത്സവ സമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഓപ്പൺ എയറിൽ, ഗണപതി ഓപ്പൺ എയറിലായിരിക്കുന്നു. കാറ്റും മഴയും വെയിലും കൊണ്ടിരിക്കുക. മോദകമൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ട് വഴിപാട്. അല്ലെങ്കിൽ നേദ്യം, തുലാവ്, ഇവിടെ കുട്ടികളില്ലെങ്കിൽ ഇവിടെ ആൾക്കാരുണ്ടല്ലോ ബാക്കിയുള്ളവർ. തേങ്ങ 108 തേങ്ങയൊക്കെ അടിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഔട്ട് സീസൺ ഉത്സവ സമയത്ത് അല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ആൾക്കാർ വരുന്നുണ്ട്. ഉപനയനം കഴിയാത്ത ആൺകുട്ടികളാണ് ഇവിടെ പൂജ നടത്തുന്നത്. ഉപനയനം കഴിഞ്ഞാൽ പിന്നെ അത് ഡിസ്ക്വാളിഫൈഡ് ആവും. അതായത് കേരള തമ്പുരാന്റെ ഭാഗിനി ആയിരുന്ന കാർത്തികനാൾ അമ്പാവതി തമ്പുരാട്ടിയാണ്. അദ്ദേഹം വലിയ സംസ്കൃത വിദുഷിയും നോവലിസ്റ്റ്. എനിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ ആണോ രണ്ടാമത്തെ ആണോ നോവലിസ്റ്റ് എന്നുള്ള ഇപ്പോഴും തർക്കത്തിൽ കിടക്കാണ്. അവരാണ് ഇതിന്റെ അഷ്ടോത്തര ശതകം എഴുതിയിട്ടുണ്ട്. ബാലഗണേശ അഷ്ടോത്തര ശതകം എന്നാണ്. അത് 108 മന്ത്രങ്ങളോട് കൂടി ഒരു ഇത് എഴുതിയിട്ടുണ്ട്. അതാണ് ഇവിടെ പൂജയ്ക്ക് പുഷ്പാഞ്ജലിക്ക് ഉപയോഗിക്കുന്നത്. കുട്ടികൾ ചൊല്ലും. കുട്ടികൾ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ മലയാളമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വലിയൊരു പ്രശ്നമായിട്ടിരിക്കുക. അതുകൊണ്ട് വലിയവരാരെങ്കിലും ഇവിടെ ചൊല്ലും. ഇപ്പൊ എല്ലാം ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആയതുകൊണ്ട് മലയാളം അറിയാൻ വയ്യാത്ത ഒരു കാലമായിപ്പോയി. കോട്ടക്കൽ എന്നുള്ളൊരു രാജകുടുംബാംഗം ഇവിടെ സന്താനലബ്ധിക്ക് വേണ്ടി ഇവിടെ ഒരു വഴിപാടൊക്കെ നടത്തി അദ്ദേഹത്തിന് കുട്ടികളുണ്ടായതായിട്ട് വന്നിട്ട് പിന്നീട് വന്ന് വഴിപാടൊക്കെ കഴിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ അത് ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇവിടെ ആർക്കും അങ്ങനെ നിരോധനമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ കയറാം, ആർക്ക് വേണമെങ്കിൽ ഇവിടെ അമ്പലമില്ലല്ലോ, വെളിയിലേ ഇരിക്കുന്നത്. വഴിപാട് കഴിക്കുമ്പോൾ പൂജ കഴിക്കാനൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ പിള്ളേരെ ആരെങ്കിലും വിളിക്കും. അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള വലിയൊരു കഴിക്കാറില്ല. അവിടെ അവൈലബിൾ ആയിട്ടുള്ള കുട്ടികളെ ആരെങ്കിലും ഇവിടെ കാണാമല്ലോ, പഠിക്കുന്ന കുട്ടികളുണ്ട്. അന്നേരം കുട്ടികൾ തന്നെ ആയിരിക്കും പൂജ ചെയ്യുന്നത്. സമയമൊന്നുമില്ല, അങ്ങനെ ചിലപ്പോൾ 4 മണിക്കൊക്കെ ആയിരിക്കും അവർ വരുന്ന, അവരുടെ സമയത്തിന് നമ്മൾ ചെയ്തു കൊടുക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു കല്യാണം വന്നിരുന്നല്ലേ. ആ കല്യാണം വന്നപ്പോ നമ്മൾ സാധാരണ ഗണപതി അമ്പലത്തിലെ ഉത്സവം 10ാം ദിവസത്തിന്റെ പിറ്റേന്ന് തുടങ്ങാന്നാണ്. പക്ഷെ അന്ന് ഇത് കല്യാണത്തിന് പോകേണ്ടതുണ്ട്, ഒരു ദിവസം ഉത്സവം നേരത്തെ.
ഓ ഓ അല്ല അത് അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് അങ്ങനെ ഒന്നും തോന്നുന്നു. എന്തായാലും തുടങ്ങേണ്ടതിന് ഒരു ദിവസം നേരത്തെ ആക്കി പക്ഷെ ആ കൊല്ലം ആറാട്ട് നടത്താൻ പറ്റിയില്ല. അതിഭയങ്കര മഴയായിരുന്നു. 2 ദിവസം മുഴുവൻ അതിഭയങ്കര മഴ പെയ്തിട്ട് ഉത്സവം എഴുന്നള്ളിച്ച് ആറാട്ട് നടത്താൻ പറ്റിയില്ല. എന്നിട്ട് ഇവിടെ തന്നെ മുങ്ങി കൊടി ഇറക്കായിരുന്നു. മറ്റേ ആറാട്ടിന് എഴുന്നള്ളിച്ച് അങ്ങ് പോകും. അങ്ങ് ദൂരെ ഒരു കുളമുണ്ട്, തെക്കേ അറ്റത്ത്, അങ്ങോട്ട് പോകും. എല്ലാ വർഷവും അങ്ങനെ പോകുന്നത്. ഈ വർഷം ഇങ്ങനെ ഉത്സവം മാറ്റി വെച്ചുകൊണ്ട് വലിയ വെടിക്കെട്ടൊക്കെ പടക്കം പൊട്ടിക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. അത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പേര് സുനിൽ വർമ്മ. എൻ്റെ അച്ഛൻ്റെ തറവാടാണിത്. അപ്പോ ഞാൻ പക്ഷെ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പം നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു താവഴിയാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കുടുംബത്തിലെയാണ് ശരിക്കും. പക്ഷെ എൻ്റെ ഒരു അറ്റാച്ച്മെന്റ് കൂടുതലും ഇവിടെ ഹരിപ്പാട്ടാണ്. അപ്പം ചെറുപ്പകാലം മുതലേ ഗണപതിയും ഇതുമായിട്ടുള്ള ഒരു എന്താ പറയാ വളരെയധികം ബന്ധം വന്നാണ്. പിന്നെ ഗണപതിയെ പറ്റി എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ 12 കഴിഞ്ഞിട്ട് പഠിച്ചതെല്ലാം പൂനെയിലാണ്. അപ്പൊ പൂനെയിലെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി. അവിടെ ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അവരുടെ കുടുംബം അങ്ങനെ ഒരു സമ്മതം വന്നിട്ടില്ലായിരുന്നു. അപ്പോ നമ്മളങ്ങനെ ഒരു ഓടിപ്പോയി കല്യാണം കഴിക്കണമെന്നോ അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇവിടെ വന്നൊരു തവണ പ്രാർത്ഥിച്ചു, ഇങ്ങനെ അവിടെ സമ്മതം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗണപതിയുടെ മുമ്പിൽ വെച്ചിട്ട് താലി കെട്ടാന്നൊരു ഒന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അടുത്ത കൊല്ലം അതിന്റെ പ്രാർത്ഥിച്ചതിന്റെ അടുത്ത കൊല്ലം ഇവിടുത്തെ ഉത്സവത്തിന്റെ 5ാം ഉത്സവത്തിന്റെ അന്നായിരുന്നു എന്റെ കല്യാണം. അതായത് കല്യാണം ഇവിടെ വെച്ചായിരുന്നു. പെൺകുട്ടിയുടെ കുടുംബത്തിലെ എല്ലാവരും ഇവിടെ വന്നിരുന്നു. ഇല്ല, ഒരു 19 പേര് പൂനെന്ന് ഇവിടെ വന്നിട്ട് ഒരു 1-2 ദിവസം ഒരു ആർഭാടമായിട്ടൊരു കല്യാണം ഇവിടെ ഉത്സവത്തിനിടയ്ക്ക് നടക്കുന്ന ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. അതൊരു ഭഗവാന്റെ മുമ്പ് വെച്ചു. അത് 5ാം ഉത്സവത്തിന് വന്ന് എന്നെ സംബന്ധിച്ചോളം ഗണപതിയുടെ ഒരു അസാധ്യമായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ പല എന്താ പറയാ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ വന്നപ്പോഴും അവിടുന്ന് ഒരുപാട് തവണ താഴെ വീണ് കിടന്നപ്പോഴും മുകളിലോട്ട് ഉയർത്തിയിരിക്കുന്നത് മാമുടി ദേവതനാണ്. അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതൊരിക്കലും മറക്കാൻ വയ്യാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പ്രസാദകൂട്ട് തന്നെ മിക്കവാറും പറ്റുന്ന എല്ലാ കൊല്ലവും 5ാം ഉത്സവത്തിൽ നിന്ന് ഞാനാണ് ഇവിടെ വഴിപാട് നടത്തുന്നത്. ഗണപതി ഇങ്ങനെ അമ്പലമൊന്നും ഇല്ലല്ലോ, അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ മനസ്സിൽ നിന്ന് പ്രാർത്ഥിച്ചാലും വിളിച്ചാൽ വെളിപ്പെടുത്തുന്നുള്ള ഒരു ഡേറ്റിയാണിത്. അതിപ്പോ പലർക്കും ഇവിടെ കോട്ടയത്തിൽ അല്ലാതെ തന്നെ പുറത്ത് പലർക്കും ഇപ്പൊ അത് മനസ്സിലായിട്ട് വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് ഒരു ജീവിതത്തിലെ ഒരു വലിയൊരു എന്താ പറയാ കല്യാണത്തൊക്കെ പറയുന്ന ഒരു സ്നേഹിച്ച ആളുടെ കല്യാണം കഴിക്കാൻ തന്നെ വലിയൊരു സംഭവമാണല്ലോ. അത് ഒരുപക്ഷെ നടത്തുന്നത് ഗണപതി ഭഗവാൻ തന്നെയാണ്. ഇപ്പൊ 22 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട്. ഭാര്യ എൻ്റെ ഇവിടെ ഉണ്ട് ഇപ്പോൾ. എൻ്റെ പേര് രവി വർമ്മ. ഞാൻ ഇവിടുത്തെ അംഗം തന്നെയാണ്. ഞാനിവിടെ എത്രയോ കാലമായി 47 ഇൻഡിപെൻഡൻസിന് 2 ദിവസം മുമ്പ് ജനിച്ച ഞാൻ ഇവിടെ ഇത്രയും കാലം ഉണ്ടായിരുന്നു. ജോലിയായിട്ട് പുറത്തു പോയതിനു ശേഷം പിന്നെ ഈ ഉത്സവത്തിന് മാത്രമേ വരൂ. ആദ്യമൊക്കെ ഞാനിവിടെ കൊട്ടുമായിരുന്നു, പഠിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അവതാളത്തിൽ ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനെ അവതാളത്തിൽ കുട്ടിക്കാലത്തെ കാര്യം അവതാളത്തിലൊക്കെ കൊട്ടുമായിരുന്നു. അപ്പൊ എല്ലാവരും പറയുമായിരുന്നു എന്തൊരു താളമായിരുന്നൊക്കെ. അന്ന് ഞാൻ ഇങ്ങനെ ഗണപതി വിചാരിച്ചായിരുന്നു എനിക്കൊന്ന് കൊട്ടാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എനിക്കൊരു ആഗ്രഹം തോന്നി ചെണ്ട കൊട്ടാമെന്ന്. അപ്പൊ ഒരു പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗുരുവായൂർ അടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പൊ എന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അവിടെ പോയിട്ട് പറഞ്ഞു ഫുൾ ടൈം പഠിപ്പിക്കുന്നവർ ആരും ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ വേണ്ട, ഞാൻ വിട്ടു. ഞാൻ അവിടുന്ന് കോളേജിൽ നിന്ന് വിട്ടു വന്നപ്പോൾ ആ കുട്ടികളെല്ലാവരും കൂടെ എനിക്കൊരു ചെണ്ടയും കൊണ്ടാണ് വന്നത്, പ്രസന്റ് ആയിട്ട് തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇനിയിപ്പോ എന്തായാലും പഠിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് എറണാകുളത്ത് വന്നു. അപ്പൊ എറണാകുളത്ത് വന്ന ഒരു തൃപ്പൂണിത്തുറ തമ്പുരാനുണ്ടായിരുന്നു, ഗോപികൃഷ്ണൻ തമ്പുരാൻ. അദ്ദേഹത്തിനൊക്കെ പോയി പഠിച്ചു. അരങ്ങേറ്റം കഴിഞ്ഞു. ശരിയായിട്ട് പഠിച്ചിട്ട് ഞാൻ ഇവിടെ കൊട്ടാൻ പോവാ ശനിയാഴ്ച. ഭഗവാന്റെ അനുഭവം അല്ലെന്താ താളം പഠിച്ചിട്ടാണ് പിന്നെ താളമായത്. ഭയങ്കര കാര്യമല്ലേ അത്. എപ്പോഴും ഗണപതിയുടെ ഒരു അനുഗ്രഹം തന്നെയാണത്. ഒരുപാട് പേർക്ക് അനുഭവമാണ്. എൻ്റെ പേര് കൃഷ്ണകുമാർ. അപ്പൊ എൻ്റെ അച്ഛന് തിരുവനന്തപുരത്ത് ജോലിയായിരുന്നു. ഞാൻ മിക്കവാറും തിരുവനന്തപുരത്താണ് പഠിച്ചിരുന്നതൊക്കെ. അപ്പോൾ 10 മാസം അവിടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ട് 2 മാസം അവധിക്ക് തിരുവനന്തപുരത്തേക്ക് ഹരിപ്പാട്ടേക്ക് ഓടി വരും. അപ്പോൾ വളരെ മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. ഇവിടെ കളിക്കാൻ ധാരാളം കുട്ടികളുണ്ട്, കസിൻസ് ഉണ്ട്. എല്ലാം പോയി കുളത്തിൽ പോയി കളിക്കുകയും അന്ന് അമ്പലത്തിലെ വർക്കൊന്നും ഇങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്തിട്ടില്ല. അതിൽ മാല ഉണ്ടാക്കുന്ന പോലെ മാലയ്ക്ക് പൂ പറിക്കുന്നവരും ഞങ്ങളാണ് ചെയ്യുന്നത്. ഇതെല്ലാം കോർക്കാനുള്ള പൂക്കൾ ചേർച്ചുകൊണ്ടുവരും. അത് ബജറ്റ് വളരെ കുറവാണ്. ആകെ 25 രൂപ 50 രൂപയൊക്കെയാണ് ഒരു മാസം ബജറ്റ്. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നതിന് എല്ലാവരും ഒരുപാടായിട്ട് തന്നെ പുറത്തുനിന്ന് അങ്ങനെ മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ ഞങ്ങൾ വേറെ രീതിയിൽ
പൈസ ഉണ്ടാക്കിയിരുന്നു. അന്ന് കശുമാവൊക്കെ വാങ്ങുന്ന കാശ് അതിന്റെ കശുവിന്റെ അണ്ടി തല്ലി ഉടച്ച് അത് എല്ലാവരും കൊടുക്കും. അപ്പൊ വിലയ്ക്ക് കൊടുക്കും. എന്നിട്ട് അതിന് വെച്ചാൽ അതിന്റെ പൈസ അങ്ങനെ എല്ലാം കൂടെയാണ് ഇവിടെ വന്നിരുന്നത്. എന്റെ പേര് ഗോവിന്ദ് വർമ്മ. ഞാനാണ് ശ്രീ മാമൂട്ടിൽത്തേവർ അമ്പലത്തിലെ പൂജാരി. രാവിലെ നമ്മള് 6 മണിയൊക്കെ ആവുമ്പോ അമ്പലത്തിലെത്തും. എന്നിട്ട് അഭിഷേകമൊക്കെ ഉണ്ടാവും. പിന്നെ ഗണപതി ഹോമം. പിന്നെ ഒരു 8 മണിയൊക്കെ ആവാറാകുമ്പോഴാണ് പൂജ തുടങ്ങുന്നത്. ആദ്യം നമ്മള് പൂവിടും ഗണപതിക്ക്. എന്നിട്ട് ചന്ദനം, വെള്ളം, തുളസി കൊണ്ട് ഗണപതിയുടെ മേൽ തളിക്കും. എന്നിട്ട് ശംഖില് വെള്ളം എടുത്തിട്ട് ഒഴിക്കും. അത് കഴിഞ്ഞുള്ളത് മണി എടുത്തിട്ട് കൊടിവിളക്കും ധൂപക്കുറ്റിയും കാണിക്കും. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ നേദ്യവും ദീപാരാധനയും കഴിഞ്ഞാണ് ശിവേലി. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് ശിവേലി ഉണ്ടാവുക. 3 തവണ ആണ് പ്രദക്ഷിണം. ഇപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും തവണ ഇടയ്ക്ക് വെച്ച് നിർത്തും, എന്നിട്ടാണ് പോകുന്നത്. 3-മത്തെ തവണ ഓട്ടപ്രദക്ഷിണമാണ്. 7-ാം ദിവസമൊക്കെ ആകുമ്പോ 7 തവണ പ്രദക്ഷിണം ഉണ്ടാവും. 5-ാം ദിവസം തൊട്ടാണ് തുടങ്ങുന്നത്. 5-ാം ദിവസം 5-ാം പുറപ്പാടുണ്ട്. ആനയിലാണ് ഗണപതിയെ എഴുന്നള്ളിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മള് ഈ ആനയുടെ നെറ്റിപ്പട്ടത്തിന്റെ താഴെ ഗണപതിയെ വെക്കും. ഒരു ചെറിയ ഗണപതി ഉണ്ടാകത്ത്. എന്നിട്ട് നമ്മള് അത് പ്രദക്ഷിണം വെക്കും. ശിവേലി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഗണപതിയെ അകത്തേക്ക് കൊണ്ടുപോകും, എന്നിട്ട് ആനേനെ ഉള്ളിലേക്ക് കയറ്റും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ആറാട്ടൊക്കെ ആവുമ്പോ ഞങ്ങൾക്ക് 12 മണി വരെ 1 മണി വരെയൊക്കെ ഇത് കാണും, ഭജനയൊക്കെ രാത്രി. അപ്പോ രാത്രി ആവുമ്പോ ആറാട്ടിന് കൊടി ഇറക്കും നമ്മള്. മുതിർന്നവരൊക്കെ ഞങ്ങളെ സഹായിക്കാറുണ്ട്. മുതിർന്നവരാണ് കുറെയൊക്കെ പൂജ ചെയ്യാനൊക്കെ ഞങ്ങളെ സഹായിക്കാറുള്ളത്. ഞങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാ ചെയ്യണ്ടേന്നുള്ളത്. ആദ്യത്തെ ദിവസമൊക്കെ അങ്ങനെയാണ്. പിന്നെ ഞങ്ങള് മാനേജ് ചെയ്ത് പൊക്കോളും. വഴിപാട് നാളികേരം ഉടയ്ക്കല്, മോദകം. എന്റെ പേര് മിഥുനൻ വർമ്മ. ഞാൻ ഈ അമ്പലത്തിലെ കീശാന്തിയാണ്. ഞങ്ങള് രാവിലെ ഇവിടെ 6-6:30 ആകുമ്പോഴത്തേക്കും ഇവിടെ വരും. നട തുറക്കും. ഞങ്ങളുടെ ഇവിടെ മേശാന്തി ഉണ്ട്. മേശാന്തിയാണ് എല്ലാം പൂജയും ചെയ്യുന്നത്. ഞങ്ങള് സഹായിച്ചു കൊടുക്കും. രാവിലെ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് 3 പേരും കൂടെ അഭിഷേകം ചെയ്യും. ദീപാരാധനയൊക്കെ ഉണ്ട്. രാവിലെ ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ശിവേലി ഉണ്ടാവും. അത് രാത്രിയും രാവിലെ ആയിട്ടാണ് ശിവേലി നടക്കുന്നത്.